നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2025 തിരശ്ശീല വീഴുകയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കഥകൾ ഉണ്ടായിരിക്കും പറയാൻ. നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ കഥകൾ, സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയും ഒക്കെ കഥകൾ നമുക്കുണ്ടായിരിക്കും അല്ലേ. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് 2026 വരവേൽക്കാം. നമ്മുടെ നഷ്ടങ്ങളെയൊക്കെ മാറ്റി ഒരു ഭാഗത്തേക്ക് നിർത്താം. ഒരിക്കലും മറന്നു പോകണ്ട നമുക്ക് എന്തൊക്കെ അബദ്ധങ്ങൾ പറ്റി എന്നുള്ളതും എന്തൊക്കെ നഷ്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതൊന്നും ആരും മറക്കരുത് കേട്ടോ. എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരു കോർണറിൽ കൂട്ടി വെച്ചോളൂ. എന്തിനു വേണ്ടിയിട്ടാണെന്നല്ലേ, എല്ലാം ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ച് എന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് നമുക്ക് നഷ്ടം വന്നത്, ഈ നഷ്ടങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ നേട്ടങ്ങളാക്കി മാറ്റുന്നത്, ആരെ ഗുരുവായൂരപ്പൻ മാറ്റുന്നത് എന്നുള്ള ആ മാജിക്കൊക്കെ കാണാൻ തയ്യാറായിക്കോളൂ കേട്ടോ. ഇങ്ങനെ മാജിക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കാന്നല്ലേ, ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടൂ. നാരായണനാമം ജപിക്കുക മാത്രമേ വേണ്ടൂ. ഒരുപാട് നാമം ജപിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഈ 2025 എല്ലാ നഷ്ടങ്ങളും നികത്തിക്കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർഷമായി തീരട്ടെ എല്ലാവർക്കും 2026. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴേ നമ്മൾ ഡിസംബർ 1 തീയതി മുതൽ തന്നെ തുടങ്ങിയില്ലേ, അരമണിക്കൂർ നാമം ജപിക്കാൻ, 3300 നാമം ജപിക്കാൻ എല്ലാവരും ഒരുവിധം തുടങ്ങിയെന്ന് പറഞ്ഞു. തുടങ്ങിയ എല്ലാവരും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനിയും തുടങ്ങാൻ ബാക്കിയുള്ളവരെ പെട്ടെന്ന് തുടങ്ങിക്കോളൂ. എന്തായാലും 3300 എന്ന ഒരു സംഖ്യ മനസ്സിൽ ഉറപ്പിച്ചോളൂ. എന്നാലും സാധിക്കുന്നവരൊക്കെ അതിലധികം ജപിക്കൂ കേട്ടോ. 12 ലക്ഷം നാമം നമുക്ക് ഈ 2026 ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ. ഒപ്പം നമുക്ക് അത്ര തന്നെ എന്താ പറയുക, നമസ്കരിക്കാനും നാരായണീയം വായിക്കാനും ഒക്കെ സാധിക്കട്ടെ കേട്ടോ. 12 ലക്ഷം ഒന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഒരു 12 നമസ്കാരം എല്ലാ ദിവസവും സാധിക്കുന്ന പോലെയൊക്കെ നിങ്ങൾ നമസ്കരിച്ചോളൂ. അതേമാതിരി തന്നെ ഒരു 12 ദശകം നാരായണീയം നമുക്ക് പറ്റുന്ന പോലെ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ. എല്ലാം കൊണ്ടും നമ്മളിങ്ങനെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ മുറുക്കി പിടിച്ചോളൂ കേട്ടോ. ഉണ്ണികൃഷ്ണൻ്റെ അനുഗ്രഹം ഉടനീളമുള്ള ഒരു വർഷമായി മാറട്ടെ 2026. അതിനായിട്ട് ഭഗവാനെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്രയിക്കാൻ സാധിക്കട്ടെ. ഭഗവത് കഥകളിലൂടെ, സത്സംഗത്തിലൂടെ, നാമജപത്തിലൂടെ, നാരായണീയ പാരായണത്തിലൂടെ, നമസ്കാരത്തിലൂടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ ഒപ്പവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ.